വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി വില്ലേജ്. ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലെ നെല്ലാർച്ചാൽ എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്താണ്. നെല്ലാർച്ചാലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവിടെ മീൻ പിടിക്കാനൊരു അവസരം സർക്കാർ ചില വിഭാഗം ആൾക്കാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫിഷിംഗ് മറ്റു കാര്യങ്ങൾ ഈ വക കാഴ്ചകൾ നമ്മുടെ ക്യാമറയിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കിവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം. കണ്ടോ, ഈ തുരങ്കത്തിന്റെ അപ്പുറം ഇപ്പുറവും ഡാമാണ്. അവിടെ ഡാമാണ്, ഇവിടെ ഡാമിന്റെ ഒരു ഭാഗമാണ്. ലൈറ്റ് അടിച്ചിട്ട് കറക്റ്റ് കാണുന്നില്ല. ഓക്കെ, കണ്ടില്ലേ? ഓക്കെ, അപ്പം കൊട്ടത്തോണിയില് മീനൊക്കെ പിടിച്ച് ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. ചേട്ടന്റെ പേരെന്താ ചേട്ടാ? കുഞ്ചു. ചേട്ടൻ എത്ര കാലമായി മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടുന്ന് 2-3 കൊല്ലായി. ഓ ശരി. എത്ര മീനൊക്കെ കിട്ടും ഒരു ദിവസം? മഴക്കാലത്തൊക്കെ 25 കിലോ ഒക്കെ കിട്ടും ഒരു ദിവസം അല്ലേ? ചേട്ടനും വൈഫും കൂടെ ആണോ എന്നും പോക്ക്? ഈ കൊട്ടത്തോണിയിലാണോ പോകുന്നേ? ഈ കൊട്ടത്തോണി പോയിട്ട് എന്ന് രാവിലെ വരും? എത്ര രാവിലെ പോകും? 6 മണിക്ക് പോകും. 6 മണിക്ക് പോയിട്ട് എത്ര മണിക്കൂർ ഈ നേരത്ത് വരും? ഈ നേരത്ത് എന്ന് പറയുമ്പോ 2 മണിക്കൂർ അല്ലേ? 2 മണിക്കൂർ. ഉള്ളിലേക്ക് പോകും? അങ്ങ് ഉള്ളിലേക്ക് പോകുമോ? ഉൾപ്രദേശത്തേക്ക് പോകും. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 3 കൊല്ലത്തോളായി അല്ലേ? ഞങ്ങക്ക് മീനിനൊക്കെ ഒന്ന് കാണിച്ചു തരുമോ? ഓ, ഒരെണ്ണത്തിന് ഒന്ന് എടുത്ത് പൊന്തിച്ച് കാണിച്ചു കൊടുക്കണം. എല്ലാരും ഒന്ന് കാണട്ടെ. ആയി, ഫ്രഷ് മീൻ. നമ്മള് വയനാട്ടുകാരെ സംബന്ധിച്ച് ഫ്രഷ് മീൻ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം നമുക്ക് ഇവിടെ കടലൊന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് തന്നെ ഫ്രഷ് മീനെന്നൊക്കെ പറയുന്നത് സ്വപ്നമാണ്. പക്ഷെ ഇങ്ങനെ ചില കർഷകരുള്ളതും കൊണ്ട് അതൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ടൈപ്പ് മീനാ നമുക്ക് കിട്ടുക? ചെമ്പല്ലി. ഇന്നിപ്പോ കട്ടില മാത്രമേ കിട്ടിയിട്ടുള്ളൂ? കട്ടിലേ ഉള്ളൂ അല്ലേ? ചെമ്പല്ലി കിട്ടും. ചെമ്പല്ലിയൊക്കെ കിട്ടും അല്ലേ? ഓ ശരി. എത്ര ഒരു മീനൊക്കെ എത്ര കിലോ ഉണ്ടാവും? 10 കിലോളം മീനൊക്കെ കിട്ടും അല്ലേ? അത് ശരി. ഓക്കെ. വലയെറിഞ്ഞാണോ പിടിക്കുന്നേ? തണ്ടാടി ഇട്ട് പോകുവോ? തലേദിവസം ഇട്ട് പോവോ? ഓ രാവിലെ പോവും. അപ്പൊ ചേട്ടന്റെ വൈഫ് നമ്മളെ കൂടെ ഉണ്ട്. ചേച്ചീന്റെ കൂടെയാണ് ചേട്ടൻ എന്നും രാവിലെ മീൻ പിടിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഈ കൊട്ടത്തോണി സേഫ് ആണോ ചേച്ചി? കുഴപ്പമൊന്നുമില്ല അല്ലേ? ചേച്ചിക്ക് അറിയോ തന്നെ തുഴയാനൊക്കെ അറിയോ കൊട്ടത്തോണിയില്? നല്ല ആഴം ഉണ്ടല്ലേ അങ്ങോട്ട്? ഓ ശരി ശരി. ചേച്ചിയുടെ പേരെന്നാ? മാളു ചേച്ചി. മാളു ചേച്ചി എന്നും രാവിലെ ചേട്ടന്റെ കൂടെ മീൻ പിടിക്കാനൊക്കെ പോകും. തന്നെ പോയിട്ടുണ്ടോ? ചേട്ടനില്ലാതെ തന്നെ പോയിട്ടുണ്ടോ മീൻ പിടിക്കാൻ? ഇല്ല, ചേട്ടന്റെ കൂടെ പോകുള്ളൂ അല്ലേ? ശരി. ഒരു ദിവസം എത്ര രൂപയൊക്കെ വരുമാനം കിട്ടും ചേച്ചി? 500 രൂപയൊക്കെ കിട്ടും. 1000 ഒക്കെ കിട്ടും അല്ലേ? ശരി. രാവിലത്തോടു കൂടി നിങ്ങളെ ജോലിയൊക്കെ കഴിയുകയും ചെയ്യും. എളുപ്പമാണ് അല്ലേ? സർക്കാർ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു അനുവാദമൊക്കെ തന്നത് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. എല്ലാവരും ചാനലിലെ മീൻ വിപണന കേന്ദ്രം ഇതാണ്. ഇവിടുത്തെ ചേട്ടന്മാരാണ് ഈ നിൽക്കുന്നത്. ചേട്ടന്റെ പേരെന്താ ചേട്ടാ? ചേട്ടന്റെ പേരെന്താ ചേട്ടാ? അതെ. ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? അടുത്ത് തന്നെയാണ്. അപ്പൊ എത്ര മണിക്ക് നമ്മൾ കച്ചവടം തുടങ്ങും? 8 മണിക്ക് തുടങ്ങും. 8 മണിക്ക് തുടങ്ങും അല്ലേ? എത്ര മണി വരെ നീളും അത്? കസ്റ്റമർ കൂടുതൽ വരാണെങ്കിൽ 10 മണി 15 മണി തീരും. അതെ. 12 മണി. 1 മണി വരെയൊക്കെ നിൽക്കും. വയനാട്ടുകാർക്ക് ഫ്രഷ് മീൻ കിട്ടാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. കെമിക്കൽ ഒന്നുമില്ല, ഒരുവിധ കെമിക്കലും ഇല്ലാത്ത മീൻ വിപണന കേന്ദ്രമാണ് നമുക്കുള്ളത്. സർക്കാർ അനുവദിച്ചു തന്നിരിക്കുന്ന ചില വിഭാഗം ആൾക്കാർക്ക് മാത്രമാണ്. എല്ലാവർക്കും പിടിക്കാൻ പറ്റില്ല അല്ലേ? മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരുപാട് പേര് ഈ നാട്ടുകാരൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ട് തരും. രാവിലെ തന്നെ അവര് ഫിഷിംഗ് നടത്തും അല്ലേ? ശരി. ഒരു ദിവസം ആവറേജ് എത്ര രൂപയുടെ വരുമാനമൊക്കെ കിട്ടും നമുക്ക്? ഇവിടെ മീൻ കൂടുതലുള്ള ദിവസങ്ങൾ 10-15 രൂപയുടെ കച്ചവടമൊക്കെ നടക്കും നമുക്കല്ലേ? സർക്കാർ ഇങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സർക്കാരിനോട് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയാൽ കുറെ പേർക്ക് തൊഴിൽ എന്നുള്ള രീതിയിൽ
മാർഗമായിട്ട് നല്ലൊരു വരുമാനമാണ്. നല്ലൊരു വരുമാനമാണ്. ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു ഉപകാരമായിട്ടുണ്ട് അല്ലേ? സർക്കാർ ചെയ്തൊരു വലിയ കാര്യമായിട്ട് നമുക്ക് വയനാട്ടുകാരെ സംബന്ധിച്ച് ഫ്രഷ് മീനൊന്നും കിട്ടത്തില്ലല്ലോ. ഇങ്ങനെ ഒരു സൗകര്യം ഏർപ്പാട് ചെയ്തതിന് നല്ലതാണ്. ശരി ഏട്ടാ, സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ കുറച്ച് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞപ്പോ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് കാരാപ്പുഴ ഡാമിന്റെ ഭാഗത്താണ്. ആ കാണുന്നതാണ് കാരാപ്പുഴ ഡാം കേട്ടോ. കാരാപ്പുഴ വയനാട്ടിലെ അതിപ്രശസ്തമായ ഡാമാണ് കാരാപ്പുഴ. അതിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മളിപ്പോ കാണുന്നത്. ഇപ്പൊ നമ്മള് കാരാപ്പുഴ ഡാമിന്റെ കുറച്ച് അടിപൊളി വ്യൂസ് നിങ്ങൾ കാണിക്കുകയാണ്. വയനാടൻ കാഴ്ചകൾ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എന്നെങ്കിൽ മാത്രമാണ് പുതിയ